പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഹല്ലേലൂയ ഫെബ്രുവരി മാസം 9-ാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയമാണ്. സന്തോഷത്തോടെ നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചല്ലോ. കർത്താവെ, ഞങ്ങൾ അതിനായിട്ട് നന്ദി പറയുന്നു. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, അമേൻ, ദുരിതങ്ങളൊക്കെ നിറഞ്ഞ ലോകത്തിൽ അങ്ങ് ഞങ്ങളെ അത്ഭുതമായി സൂക്ഷിച്ച ദൈവകൃപയ്ക്ക് ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് കർത്താവെ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചതിന് സ്തോത്രം. സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തന്നല്ലോ, അതോർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുന്നു. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം. അങ്ങ് ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാകിയാൽ സ്തോത്രം. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം. അങ്ങേക്ക് ഒന്നും അസാധ്യമായിട്ടില്ലാത്തത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങ് കരുണയുള്ള ദൈവമാകിയാൽ സ്തോത്രം. അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രയാഗം അർപ്പിക്കുന്നു. ആമേൻ. 92-ാം സങ്കീർത്തനം ആരംഭം 3 വാക്യങ്ങൾ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവയെ കർത്താവിൻ്റെ നാമത്തെ കീർത്തിക്കുന്നതും 10 കമ്പിയുള്ള വാദിത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീരസ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ കർത്താവിൻ്റെ ദയയും രാത്രിതോറും കർത്താവിൻ്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് നല്ലത്. നമുക്ക് ഒരുമിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാം. എല്ലാവരുടെയും കണ്ണുകൾ അടച്ച് കരങ്ങളെ ഉയർത്തി കർത്താവ് നടത്തിയ വിധങ്ങൾക്കായിട്ട്, കർത്താവ് സൂക്ഷിക്കുന്ന വിധങ്ങൾക്കായിട്ട്, നമ്മുടെ ആവശ്യങ്ങളിലൊക്കെ കൂട്ടായിട്ടിരിക്കുന്ന വിധങ്ങൾക്കായിട്ടൊക്കെ നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നല്ല ആശ്വാസകനായി കൂടെ ഇരിക്കുന്നതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. സമാധാനം തരുന്നവനായി നമ്മുടെ കൂടെയുള്ളതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളെ ഇതുവരെ നടത്തിയ അങ്ങയുടെ കൃപകൾക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ആവശ്യങ്ങൾ അങ്ങയുടെ വലിയ കൃപ യേശുവിൻ്റെ നാമത്തിൽ വ്യാപരിക്കുന്നതിന് നന്ദി. ഇന്ന് പകൽ അത്ഭുതത്തിൻ്റെ പകലായി തന്നെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ മാറട്ടെ. കർത്താവെ, അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന, സമാധാനത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, ഉറക്കത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാനസിക വ്യതകളും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഒഴുകി മാറുവാൻ ഞങ്ങൾ കൽപ്പിക്കുന്നു. ആമേൻ. വെള്ളം ഒഴുകിപ്പോകുന്നത് പോലെ മനസ്സിനകത്ത് കിടക്കുന്ന ഭാരങ്ങൾ, മനസ്സിനകത്ത് കിടക്കുന്ന പ്രയാസങ്ങൾ, അസ്വസ്ഥതകൾ, ആമേൻ, താങ്ക് യു ലോർഡ്, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അത് ഒഴുകിപ്പോകുവാൻ കൽപ്പിക്കുന്നു. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ അത് ഒഴുകിപ്പോകട്ടെ. ഒഴുകിപ്പോകുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവേ, തൻ്റെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇടത്ത് കൈയുടെ കൈപ്പൊത്തയിൽ ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ട്, യെസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇടത്ത് കൈയുടെ കൈപ്പത്തിയിൽ ഉണ്ടായിരിക്കുന്നതായ ബുദ്ധിമുട്ടുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. പൂർണ്ണ സ്വസ്ഥത ആ കൈയുടെ മേൽ ഇപ്പോൾ തന്നെ ഉണ്ടാകുന്നതിന് സ്തോത്രം ചെയ്യുന്നു. എന്തു തന്നെ ആ ബുദ്ധിമുട്ടെങ്കിലും ഇപ്പോൾ ആ കൈയുടെ കൈപ്പത്തിയിൽ ഉണ്ടായിരിക്കുന്നതായ അസ്വസ്ഥതകൾ, ബുദ്ധിമുട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ കർത്താവേ, മറ്റു രോഗങ്ങളാലൊക്കെ ഭാരപ്പെടുന്നവർ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇന്ന് പകൽക്കാലം നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിനകത്തുനിന്ന് പുറത്തു വന്നിരിക്കുന്നതിനെ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ലോകവ്യാപകമായി കർത്താവിന് വേല ചെയ്യുന്ന അഭിഷക്ത ദാസന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്ത ദിവസം ലോകത്തെമ്പാടും കർത്താവെ സഭായോഗം നടക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് വലിയ പ്രവൃത്തി ലോകവ്യാപകമായി ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ വലിയ പകർച്ച ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മശക്തി വ്യാപരിപ്പാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കണം. സാമ്പത്തികമായ ആവശ്യങ്ങളിലും ജോലിയുടെ ആവശ്യങ്ങളിലെല്ലാം കൃപ കൂടെ ഇരിക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവ് പകരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് അനുവദിച്ചാൽ നാളെ നമുക്ക് മീറ്റിംഗ് ഉണ്ട്. വൈകിട്ട് കർത്താവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം 9:30 ആകുമ്പോൾ ആരംഭിക്കും. മറക്കരുത്, പ്രാർത്ഥനയിൽ ഓർക്കണം. അതുകൂടാതെ ചൊവ്വാഴ്ച പകൽക്കാലം ഇന്ത്യൻ സമയം 11:30 മുതൽ
നമുക്ക് കുറച്ച് സമയം ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുവാനായി നമ്മൾ വേർതിരിക്കുന്നുണ്ട്. പിന്നെ ബുധനാഴ്ചയും നമുക്ക് കർത്താവ് അനുവദിച്ചാൽ മീറ്റിംഗ് ഉണ്ടാകും. പ്രാർത്ഥിക്കുക. ഓരോ മീറ്റിങ്ങുകളും അനുഗ്രഹമായി തീരുവാൻ, ഓരോ മീറ്റിങ്ങിലും ദൈവിക ഇടപെടലുകൾ ഉണ്ടാകുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇടപെടലുകൾ ഉണ്ടാകാൻ പ്രാർത്ഥിക്കണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ പ്രഭാതത്തിൽ നമുക്ക് ആവർത്തന പുസ്തകം അതിൻ്റെ 8-ാം അധ്യായമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ആവർത്തനം 8-ന്റെ 13 മുതലുള്ള വാക്യങ്ങൾ. പഴയ നിയമത്തിൽ പഴയ നിയമ ദൈവസഭയെ ദൈവം നടത്തിയ വിധങ്ങളും അവരോട് കർത്താവ് പറയുന്നതായ ചില കാര്യങ്ങളാണ്. നിൻ്റെ ആടുമാടുകൾ പെരുകി, നിനക്ക് വെള്ളിയും പൊന്നും ഏറി, നിനക്കുള്ളതൊക്കെയും വർദ്ധിക്കുമ്പോഴും നിൻ്റെ ഹൃദയം നിഗളിക്കാതിരിപ്പാനും നിന്നെ അടിമ വീടായ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുകയും അഗ്നിസർപ്പവും തേളും വെള്ളമില്ലാതെ വരൾച്ചയുമുള്ള വലിയതും ഭയങ്കരവുമായ മരുഭൂമി കൂടി നിന്നെ കൊണ്ടുവരികയും തീക്കൽ പാറയിൽ നിനക്ക് വെള്ളം പുറപ്പെടുവിക്കുകയും നിന്നെ താഴ്ത്തി പരീക്ഷിച്ച കാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന് മരുഭൂമിയിൽ നിന്റെ പിതാക്കന്മാർ അറിയാത്ത മന്ന കൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്ത നിന്റെ ദൈവമായ യഹോവയെ നീ മറന്നു. എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കിയെന്ന് നിൻ്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാനും സൂക്ഷിച്ചു കൊള്ളണം. ഇന്ന് പ്രഭാതി പരിശുദ്ധന്മാർ ഓർപ്പിക്കുന്നത്, ഈ പഴയ നിയമത്തിൽ അവരെ പല സാഹചര്യങ്ങളിലൂടെ കർത്താവ് കൊണ്ടുവന്നപ്പോഴും അവർക്ക് വർധനവ് കൊടുത്തു, സമൃദ്ധി കൊടുത്തു, ഒന്നിനും കുറവില്ലാതെ കർത്താവ് നടത്തി. പക്ഷേ അവരെന്ത് ചെയ്തു? അവർ ദൈവത്തെ മറന്നുപോയി. അപ്പം നമ്മൾ കർത്താവിനെ മറക്കുവാൻ പാടില്ല. ദൈവം നമുക്ക് നന്മകൾ തരുമ്പോൾ അത് ദൈവമാ തന്നെന്നുള്ളത് നമ്മൾ ഉറക്കെ പറയാൻ ധൈര്യം കാണിക്കണം. ഇത് ദൈവമാണ് തന്നത്. ഇവിടെ പറയുന്നു, നിങ്ങൾക്ക് ഈ സമ്പത്തുണ്ടാക്കി, എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും സമ്പത്തുണ്ടാക്കി എന്നൊരിക്കലും പറയാനിടവരരുത്. ദൈവകൃപയാൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു, ദൈവകൃപയാൽ ഞാൻ മാനിക്കപ്പെട്ടു, ദൈവകൃപയാൽ ഞാൻ ഉയർത്തപ്പെട്ടു എന്ന് പറയുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ നമ്മുടെ ഉള്ളം ദൈവസന്നിധി താഴ്മയുള്ളതായി മാറും. ആമേൻ. നല്ല സാഹചര്യങ്ങളെ ദൈവം തരുമ്പോൾ, നല്ല അനുഭവങ്ങളും അനുഗ്രഹങ്ങളും ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ഒരിക്കലും കർത്താവിൽ നിന്ന് പിന്മാറിപ്പോകരുത്. കൂടുതൽ കർത്താവിനോട് അടുക്കുവാൻ ശ്രമിക്കണം. ആമേൻ. കർത്താവേ, ഇതിൻ്റെ എല്ലാം ഉറവിടം അങ്ങാണ്. എൻ്റെ അനുഗ്രഹത്തിൻ്റെ ഉറവിടം അങ്ങാണ്. എനിക്ക് ഈ ജോലി ചെയ്യാൻ ആരോഗ്യം തന്നത് അങ്ങ് തന്ന ആരോഗ്യം കൊണ്ടാണ് ഞാൻ ജോലി ചെയ്തത്. അല്ലെങ്കിൽ ഇത് ചെയ്യാനുള്ള ബുദ്ധി തന്നത് കർത്താവേ അതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ അനുഗ്രഹങ്ങൾ വന്നത്. അല്ലാതെ എൻ്റെ കഴിവല്ല, എൻ്റെ മിടുക്കല്ല എന്ന് നമ്മളെപ്പോഴും ഓർക്കുകയും അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ചെയ്യണം. ഓരോ ചെറിയ കാര്യങ്ങളും, ഓരോ ചെറിയ നന്മകളും ചെറിയ അനുഭവങ്ങളും ഉണ്ടാകുമ്പോഴും, വലിയ അനുഗ്രഹങ്ങളും വലിയ അനുഭവങ്ങളും ഉണ്ടാകുമ്പോഴും നമ്മൾ മറന്നു പോകരുത്, കർത്താവാണ് നമുക്കിതൊക്കെ തരുന്നത്. അതുകൊണ്ട് അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നവനാണ്, അവൻ അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നവനാണ്. അപ്പം ആ ഉയർത്തിയ ദൈവത്തെ നമ്മൾ മറന്നു പോകരുത്. കർത്താവിന് ഭയങ്കര വിഷമമാണ് ദൈവം നമുക്ക് തന്ന നന്മകളെ നമ്മൾ മറന്നു പോവുകയും അത് നമ്മുടെ മിടുക്കുകൊണ്ടോ നമ്മുടെ കഴിവുകൊണ്ടോ നമ്മുടെ അധ്വാനം കൊണ്ടോ നമ്മുടെ എഡ്യൂക്കേഷൻ കൊണ്ടോ ഒക്കെ നമുക്കുണ്ടായി എന്നൊരു തോന്നൽ അറിയാതെ നമ്മുടെ ഉള്ളിൽ വരുമ്പോഴും, അറിയാതെ നമ്മൾ ആരോടെങ്കിലും ഒക്കെ പറയുമ്പോഴും ഒക്കെ കർത്താവിനത് ഭയങ്കര വേദനയാണ്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കി എന്ന് നിൻ്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാൻ നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിച്ചു കൊള്ളണം. നമ്മുടെ ഹൃദയത്തിൽ പോലും അങ്ങനെ ഒരു തോന്നലുണ്ടാകില്ല. എനിക്ക് അത്രയും കഴിവുണ്ടായിരുന്നുകൊണ്ടൊക്കെ കാര്യങ്ങൾ നടത്തി, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഓടിയത് കൊണ്ട് കാര്യങ്ങൾ നടത്താൻ പറ്റി എന്ന ഒരു തോന്നൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകരുതെന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ ഓർപ്പിക്കുന്നത്. എപ്പോഴും എന്തുണ്ടാകണം? നന്ദിയുള്ള ഹൃദയമുണ്ടാകണം, താഴ്മയുള്ള ഹൃദയമുണ്ടാകണം, വിനയമുള്ള ഹൃദയമുണ്ടാകണം. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ മുന്നേറുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരോടും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഓർപ്പിക്കുവാനുള്ളത്, അവൻ നമ്മളെ ഉയർത്തുവാൻ മതിയായവനാണ്. തക്ക സമയത്ത് കർത്താവ് നമ്മളെ ഉയർത്തും. കർത്താവ് ഉയർത്തിയാൽ ആർക്കും നമ്മളെ താക്കുവാൻ കഴിയത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദൈവസന്നിധി താഴ്മയുള്ളവരായിരിക്കണം. കർത്താവ് നമ്മളെ ചെറിയ ചെറിയ രീതികളിൽ ഉയർത്തും തോറും നമ്മൾ കൂടുതൽ 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 താഴ്മയുള്ളവരായി, വിനയമുള്ളവരായി ദൈവസന്നിധിയിൽ താന്നിരിക്കുകയാണെങ്കിൽ അതാതിൻ്റെ സമയങ്ങളിൽ കർത്താവ് നമ്മളെ ഉയർത്തുക തന്നെ ചെയ്യും. ഒരു ശകലം പോലും അഹങ്കാരം, നിഗളം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല. ആമേൻ. എൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചോ എനിക്ക് എൻ്റെ കയ്യിലുള്ളതിനെക്കുറിച്ചോ ഒന്നിനെക്കുറിച്ചും നിഗളിക്കരുത്. കർത്താവാണ് എല്ലാത്തിൻ്റെയും സോഴ്സ്. എല്ലാം നമുക്ക് തന്നത് കർത്താവാണ്. ആ കർത്താവിന് നന്ദിയും സ്തുതിയും ആരാധനയും അർപ്പിച്ച് മുന്നേറുക കേട്ടോ. കർത്താവ് നിങ്ങളെ ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ. താഴ്മയുള്ള ഹൃദയം തരുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗിഫ്റ്റാണ്. അപ്പോൾ ആ താഴ്മയോടെ, കർത്താവെ അങ്ങാണ് എനിക്കെല്ലാം തന്നത്. നമുക്ക് കർത്താവ് തന്നെന്ന് ബോധ്യം വരുമ്പം തന്നെ നമുക്ക് താഴ്മ വരും. കർത്താവ് എന്നെ നടത്തുന്നെന്നുള്ള ബോധ്യം വരുമ്പം തന്നെ നമുക്ക് താഴ്മയുള്ള ഹൃദയം ഉണ്ടാകും. ആമേൻ. ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ചിന്തിക്കണം, കർത്താവെ അങ്ങാ എനിക്ക് തന്നത് എന്ന് പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം പറയണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ.
ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ആമേൻ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽ തീരത്തിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.